എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോകൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. ഒന്നാമത്തെ ചോദ്യം, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. PSC 1 മാർക്ക് ചോദ്യമാണ്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടം തടസ്സപ്പെടാനുണ്ടായ പ്രധാന കാരണം തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടം തടസ്സപ്പെടാനുണ്ടായ പ്രധാന കാരണം തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. വാസ്കോഡി ഗാമ ആദ്യമായി കേരളത്തിലെത്തിയ വർഷം PSC 1 മാർക്ക് ചോദ്യം 1498. വാസ്കോഡി ഗാമ ആദ്യമായി കേരളത്തിലെത്തിയ വർഷം 1498. വാസ്കോഡി ഗാമ ആദ്യമായി കേരളത്തിലെത്തിയ പ്രദേശം കാപ്പാട് തീരം, കോഴിക്കോട്. വാസ്കോഡ ഗാമ ആദ്യമായി കേരളത്തിലെത്തിയ പ്രദേശം കാപ്പാട് തീരം, കോഴിക്കോട്. വാസ്കോഡ ഗാമ ആദ്യമായി കേരളത്തിലെത്തുന്ന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജാവ്. വാസ്കോഡ ഗാമ ആദ്യമായി കേരളത്തിലെത്തുന്ന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജാവാണ്. സാമൂതിരി രാജാവ് കച്ചവട സൗകര്യങ്ങൾ നൽകാത്തതിനാൽ വാസ്കോഡി ഗാമ കച്ചവടത്തിനായി എത്തിയ സ്ഥലം കണ്ണൂർ. സാമൂതിരി രാജാവിന്റെ അടുത്ത് പോയതിനു ശേഷം വാസ്കോഡി ഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങൾ നൽകിയില്ല. അങ്ങനെ കച്ചവട സൗകര്യങ്ങൾ നൽകാത്തതിനാൽ വാസ്കോഡ ഗാമ കച്ചവടത്തിനെത്തിയ സ്ഥലമാണ് കണ്ണൂർ. വാസ്കോഡി ഗാമയുടെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ഗാമയ്ക്ക് ലഭിച്ചത് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. വാസ്കോഡ ഗാമയെ തുടർന്ന് വന്ന പോർച്ചുഗീസുകാരാണ് അൽമേഡ, അൽബുക്കർക്ക് എന്നിവർ. ആദ്യം 1498 വാസ്കോഡ ഗാമ എത്തി. വാസ്കോഡ ഗാമ എത്തിയതിനു ശേഷം പിന്നെ എത്തിയ പോർച്ചുഗീസുകാരാണ് അൽമേഡ, അൽബുക്കർക്ക് എന്നിവർ. അൽമേഡ, അൽബുക്കർക്ക് എന്നിവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു ഗോവ, ദാമൻ ദിയു എന്നിവ. അൽമേഡ, അൽബുക്കർക്ക് എന്നിവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ. തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ. PSC 2-3 മാർക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. കോട്ടപ്പുറം കോട്ട എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശൂർ ജില്ലയിലാണ്, ഒന്നാമത്തെ ചോദ്യം. സെന്റ് ആഞ്ചലോ കോട്ട എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ണൂരിലാണ്, രണ്ടാമത്തെ ചോദ്യം. ഈ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് ആരാന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാർ. അങ്ങനെ 3 ചോദ്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന കാർഷിക വിളകള് PSC 1 മാർക്കായിട്ട് ചോദിക്കാം. പൈനാപ്പിൾ, പപ്പായ, പേരക്ക, വറ്റൽ മുളക് എന്നാണ്. എന്തൊക്കെയാണ്? പൈനാപ്പിള്, പപ്പായ, പേരക്ക, വറ്റൽ മുളക് എന്നിവയാണ് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിളകൾ എന്ന് പറയുന്നത്. ഇതില് പൈനാപ്പിളോ, പപ്പായയോ, പേരക്കയോ, വറ്റൽമുളകോ ഒക്കെ എടുത്തിട്ട് ഇത് ഏത് രാജ്യക്കാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാണ് എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചതാര്? PSC 1 മാർക്ക് ചോദ്യം. പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചതാരാണ്? പോർച്ചുഗീസുകാർ. ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചതാരാണ്? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിയാത്തതിന്റെ കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. മറ്റ് യൂറോപ്യൻ ശക്തികളുമായിട്ട് മത്സരിക്കാനുള്ള സാമ്പത്തിക ശക്തിയും സൈനികമായിട്ടുള്ള ശേഷിയും അവർക്കുണ്ടായിരുന്നില്ല.
പ്രാദേശികമായിട്ടുള്ള ചെറുപ്പുനിൽപ്പുകളും ആർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്? പോർച്ചുഗീസുകാർക്ക് നേരിടേണ്ടി വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലിമരയ്ക്കാർമാരാണ്. മലബാർ തീരം കേന്ദ്രീകരിച്ചിട്ടുള്ള പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? കുഞ്ഞാലിമരയ്ക്കാറാണ്. സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മോഹൻലാലിന്റെ. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലിമരയ്ക്കാർ. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ അറിയപ്പെടുന്നത് കുഞ്ഞാലിമരയ്ക്കാർമാർ എന്നാണ്. അപ്പൊ കുഞ്ഞാലിമരയ്ക്കാർ എന്ന് പറയുന്നത് ഒരാളല്ല, കുഞ്ഞാലിമരയ്ക്കാർ 1, 2, 3 അങ്ങനെ മൊത്തത്തിൽ അവരെയാണ് ഈ കുഞ്ഞാലിമരയ്ക്കാർമാർ എന്ന് ഉദ്ദേശിക്കുന്നത്. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ അറിയപ്പെടുന്ന പേരായിരുന്നു കുഞ്ഞാലിമരയ്ക്കാർമാർ. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. PSC 1 മാർക്ക് ചോദ്യം. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. ഡച്ചുകാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് കൊച്ചിയും കൊല്ലവും. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളാണ് കൊച്ചി, കൊല്ലം എന്നീ സ്ഥലങ്ങൾ. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകം PSC 1 മാർക്ക് ചോദ്യം ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണർ PSC അടുത്ത 1 മാർക്ക് ചോദ്യം വാൻ റീഡ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണർ ആരാണ് എന്ന് ചോദിച്ചാൽ വാൻ റീഡ് ആണ്. PSC 1 മാർക്കിന് നിരന്തരം ചോദിക്കാറുള്ള ചോദ്യം. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ സഹായിച്ച മലയാളി വൈദ്യർ PSC അടുത്ത 1 മാർക്ക് ചോദ്യം ഇട്ടി അച്യുതൻ വൈദ്യരാണ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ വേണ്ടി സഹായിച്ച മലയാളി വൈദ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഇട്ടി അച്യുതൻ വൈദ്യരാണ്. 1741 കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും. അവിടെ 2 ചോദ്യം കിടക്കുന്നുണ്ട്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. ഈ കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയുമാണ്. ഡച്ചുകാർ പരാജയപ്പെട്ട യുദ്ധമാണ് 1741 കുളച്ചൽ യുദ്ധം. ഡച്ചുകാർ പരാജയപ്പെട്ട യുദ്ധമാണ് 1741 കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധത്തിന്റെ കാരണം കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളാണ്. കുളച്ചൽ യുദ്ധത്തിന്റെ കാരണം കച്ചവടം സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സ്ഥലം ലണ്ടൻ. ഓപ്ഷനിൽ ചിലപ്പം കേരളത്തിലെ 3 പ്രദേശങ്ങളും ലണ്ടനും കൊടുക്കും. ഈസ്റ്റ് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥലമായിരിക്കും എന്ന് ഓർത്തു വെക്കരുത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട സ്ഥലം ലണ്ടനാണ്. PSC 1 മാർക്ക് ചോദ്യമാണ്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായിട്ടുള്ള വർഷം 1600. PSC അടുത്ത 1 മാർക്കിന്റെ ചോദ്യം. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് കച്ചവടം നടത്താൻ വേണ്ടി ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായിട്ടുള്ള വർഷം 1600 ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂറത്താണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂറത്ത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യ വാണിജ്യ കേന്ദ്രമാണ് ഗുജറാത്തിലെ സൂറത്ത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് മദ്രാസ്, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് മദ്രാസ്, കൊൽക്കത്ത, ബോംബെ, സൂറത്ത് തുടങ്ങിയ സ്ഥലങ്ങൾ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ച വർഷം 1664. ഇതൊക്കെ ചോദിക്കാനുള്ള സാധ്യതയാണ്. ഞാൻ ഓരോന്നും ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്ത് PSCക്ക് ചോദിക്കുന്നതെന്ന് പറയുന്നില്ലെങ്കിലും നിങ്ങൾ ഇതൊക്കെ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. SCERT ഏത് ഫാക്ടും എടുത്തിട്ട് നമുക്ക് ചോദിക്കാം. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ എന്നിവ.
ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളാണ് പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ എന്നിവ. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങള് പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ എന്നിവ. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനമാണ് പോണ്ടിച്ചേരി. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് പോണ്ടിച്ചേരിയാണ്. കച്ചവടാധിപത്യത്തിനായി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെട്ടത് കർണാട്ടിക് യുദ്ധം എന്നാണ്. കച്ചവടാധിപത്യത്തിനു വേണ്ടി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധം. അപ്പോൾ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കർണാട്ടിക് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതാരൊക്കെ തമ്മിലായിരുന്നു? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു. ഇന്ത്യയിൽ കച്ചവടാധിപത്യം നേടാനുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ മത്സരത്തിൽ വിജയിച്ചത് വിത്തൗട്ട് എ ഡൗട്ട് നമുക്കറിയാം ബ്രിട്ടീഷുകാരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. വാണിജ്യാധിപത്യത്തിനുള്ള മത്സരത്തിൽ വിജയിച്ച ശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി അധികാരം പിടിച്ചെടുത്ത സ്ഥലം. അപ്പൊ ആദ്യമായിട്ട് അധികാരം പിടിച്ചെടുത്ത സ്ഥലം എപ്പോഴും പ്രധാനപ്പെട്ടതാണ്, ബംഗാളാണ്. വാണിജ്യാധിപത്യത്തിനുള്ള മത്സരം വിജയിച്ച ശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി അധികാരം പിടിച്ചെടുത്ത സ്ഥലമാണ് ബംഗാൾ. ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളും. ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളും. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. PSC അടുത്ത ഒരു മാർക്ക് ചോദ്യം. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. പ്ലാസി യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്നു റോബർട്ട് ക്ലൈവ്. പ്ലാസി യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 1757 പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയ ബംഗാളിലെ നവാബായിരുന്നു സിറാജ് ഉദ് ദൗല എന്ന് പറയുന്നത്. 1757 പ്ലാസി യുദ്ധത്തില് ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയ ബംഗാളിലെ നവാബാണ് സിറാജ് ഉദ് ദൗല. 1757 പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയ ബംഗാളിലെ നവാബ് സിറാജ് ഉദ് ദൗലയാണ്. സിറാജ് ഉദ് ദൗലയുടെ സൈന്യാധിപനായിരുന്നു മിർ ജാഫർ. സിറാജ് ഉദ് ദൗലയുടെ സൈന്യാധിപനായിരുന്നു മിർ ജാഫർ. ബ്രിട്ടീഷുകാരും മറാത്ത വംശജരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ മറാത്ത യുദ്ധങ്ങൾ എന്നറിയപ്പെട്ടു. ഇവിടെയും മറാത്ത യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ബ്രിട്ടീഷുകാരും മറാത്ത വംശജരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു മറാത്ത യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാരും മറാത്ത വംശജരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മറാത്ത യുദ്ധങ്ങൾ എന്നുള്ളത് ഓർത്തിരിക്കുക. മറാത്ത പ്രദേശം കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകമാണ് മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സം സൃഷ്ടിച്ചു എന്നുള്ളത്. മറാത്ത പ്രദേശം കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകം മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. മറാത്ത കീഴടക്കിയതിനു ശേഷം ബ്രിട്ടീഷുകാർ കീഴടക്കിയ പ്രദേശങ്ങള് സിന്ധ്, അവധ്, പഞ്ചാബ്. മറാത്ത കീഴടക്കിയതിനു ശേഷം ബ്രിട്ടീഷുകാർ കീഴടക്കിയ പ്രദേശങ്ങളാണ് സിന്ധ്, അവധ്, പഞ്ചാബ് എന്നീ പ്രദേശങ്ങൾ. മറാത്ത കീഴടക്കിയതിനു ശേഷം ബ്രിട്ടീഷുകാർ കീഴടക്കിയ പ്രദേശങ്ങളാണ് സിന്ധ്, അവധ്, പഞ്ചാബ് എന്നിവ. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് റിച്ചാർഡ് വെല്ലസി പ്രഭുവാണ്. PSC അടുത്ത നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു മാർക്ക് ചോദ്യം. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് റിച്ചാർഡ് വെല്ലസി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് റിച്ചാർഡ് വെല്ലസി പ്രഭു ആണ് എന്നുള്ളതും അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ എന്നിവർ. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു. PSC അടുത്ത നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു മാർക്ക് ചോദ്യം. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി. അപ്പൊ ദത്തവകാശം ഡൽഹൌസി, ഡൽഹൌസി ദത്തവകാശം, ദത്തവകാശം ഡൽഹൌസി, ഡൽഹൌസി ദത്തവകാശം. അങ്ങനെ ആ ഒരു ദായും വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ കൊണ്ട് അവിടെ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. പല രീതിയിൽ നമ്മൾ ഓർക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ അങ്ങനെയൊക്കെയാണ് ചില കാര്യങ്ങൾ ഓർത്തു വെക്കാറ്.
പുരുഷ അനന്തരാവകാശി ഇല്ലാത്ത ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കാൻ വ്യവസ്ഥ ചെയ്ത നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. പുരുഷൻ അനന്തരാവകാശി ഇല്ലാത്ത ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കാൻ വ്യവസ്ഥ ചെയ്ത നിയമം ദത്തവകാശ നിരോധന നിയമമാണ്. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളാണ് സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, താൻസി, നാഗ്പൂർ എന്നിവ. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളാണ് സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, താൻസി, നാഗ്പൂർ എന്നിവ. ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയുടെ അധീനതയിലായിട്ടുള്ള വർഷം 1857 ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയുടെ അധീനതയിലായിട്ടുള്ള വർഷം 1857. ഇത്രയും ചോദ്യങ്ങളാണ്, 49ഓളം ചോദ്യങ്ങളാണ് നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇനി എന്തെങ്കിലും മാറ്റം വരുത്താനോ മറ്റ് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.